തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കുടുംബാംഗങ്ങൾ നാമജപയാത്രയായാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങിന്റെ വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ അതോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്? അതില്ല, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് സമാധി സ്ഥലം പൊളിക്കുകയും തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ശാസ്ത്രീയമായ തെളിവുകൾക്കായി ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനുശേഷം മൂത്ത മകൻ സനന്ദൻ ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. തുടർന്ന് ആ സമയം നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രി മീൻസ് മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് 3 മണിക്കായിരുന്നു ഇത്തരത്തിൽ ബന്ധുക്കളും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ, സാമുദായിക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ ഒരു നാമജപ യാത്രയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം നെയ്യാറ്റിൻകര ഈ മിംസ് മെഡിസിറ്റിയിൽ നിന്ന് സമാധി സ്ഥലമായിട്ടുള്ള ഈ ഗോപൻ സ്വാമിയുടെ വീടിന് സമീപത്തായി കൈലാസനാഥ ക്ഷേത്രമുണ്ട്. അതിന്റെ സമീപത്തായാണ് ഇത്തരത്തിൽ സമാധി പീഠം തയ്യാറാക്കിയിട്ടിരുന്നത്. തലേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഇത്തരത്തിൽ സമാധി പീഠം തയ്യാറാക്കിയിരുന്നു. ആ സമാധി പീഠത്തിലാണ് ഇപ്പോൾ അവസാനത്തെ മഹാസമാധി പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിലേക്കാണ്. എങ്ങനെയാണോ സമാധി ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കൃത്യമായി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് സുഗന്ധദ്രവ്യങ്ങൾ, ഭസ്മം, കർപ്പൂരം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അവസാനഘട്ട പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ഈ പൂജാതി കർമ്മങ്ങളും മറ്റു പീഠവും അടച്ച ശേഷം 41 ദിവസത്തിന്റെ അന്ന്, ആ 41ാം ദിവസമാണ് മഹാസമാധിയുടെ പൂജ പൂർത്തീകരിക്കുന്നത്. അന്ന് ഇവിടെ ഒരു മണ്ഡപം കൂടി തയ്യാറാക്കാനുള്ള ചെറിയൊരു ആലോചന യോഗം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇന്ന് ഈ സമാധിയുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങളുടെ വിശേഷങ്ങൾ. അതില്ല.